പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നാലാം ഘട്ടത്തിലെത്തിയതോടെ തന്ത്രങ്ങൾ മാറ്റിപ്പിടിക്കുകയാണ് ബി.ജെ.പിയും കോൺഗ്രസും മറ്റ് പാർട്ടികളുമൊക്കെ. നാളിതുവരെ മറ്റു പല വിഷയങ്ങളും വലിയ പ്രാധാന്യത്തോടുകൂടി ഉന്നയിച്ചിരുന്ന നരേന്ദ്രമോദി ഇപ്പോൾ സംവരണമാണ് ഒരു പ്രധാന വിഷയമായി ഉന്നയിക്കുന്നത്. രാം ആൻഡ് റിസർവേഷൻ ആണ് ബി.ജെ.പിയുടെ പുതിയ പ്രചരണ തന്ത്രം എന്ന് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ എഴുതുന്നു. സംവരണത്തെ സംബന്ധിച്ച് വലിയ തർക്കമാണ് രാജ്യമെമ്പാടും മോദി ആരംഭിച്ചിട്ടുള്ളത്. പണ്ട് മണ്ഡൽ കമ്മീഷൻ കാലത്ത് ഉണ്ടായ ഒരനുഭവം നമുക്ക് ഓർമ്മകളിൽ ഉണ്ട്. അത് വലിയ തോതിൽ ജനങ്ങളിലേക്ക് ആളിപ്പടർന്നു, വലിയ കലാപങ്ങൾക്ക് വഴിവെച്ചു. പിന്നീട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ സംവരണം എന്ന വിഷയത്തെ കൈകാര്യം ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സംവരണം ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറുകയാണ്. തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഘട്ടത്തിൽ ജാതി സെൻസസ് വേണം എന്ന ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വച്ചിരുന്നു. അതിനോട് കാര്യമായൊരു പ്രതികരണം ബി.ജെ.പി നടത്തിയതുമില്ല. ജാതി സെൻസസ് അനാവശ്യമാണെന്നും എല്ലാ വിഭാഗക്കാർക്കും തങ്ങളുടെ സേവനങ്ങളുടെയും പദ്ധതികളുടെയും ഗുണം ലഭിക്കുന്നുണ്ട് എന്നുമൊക്കെ പറഞ്ഞ് ആദ്യഘട്ടത്തിൽ ബി.ജെ.പി അതിനെ പ്രതിരോധിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ 1ഉം 2ഉം ഘട്ടങ്ങൾ കഴിഞ്ഞതോടുകൂടി സാഹചര്യം മാറിത്തുടങ്ങി. മുസ്ലിങ്ങൾക്ക് അനാവശ്യമായി സംവരണം നൽകുന്നു എന്ന വിഷയം പ്രധാനമന്ത്രി തന്നെയാണ് ഉയർത്തിയത്. പിന്നോക്ക വിഭാഗക്കാർക്ക് ലഭിക്കേണ്ട സംവരണം കോൺഗ്രസ് മുസ്ലിം വിഭാഗത്തിന് നൽകാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ആരോപണം. ആദ്യഘട്ടത്തിൽ അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചെങ്കിലും തുടർന്നും ബി.ജെ.പി നേതാക്കൾ ഈ വിഷയം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ ഉന്നയിക്കുകയാണ്. ആന്ധ്രാപ്രദേശിലാണ് ആദ്യമായി ഇത്തരത്തിൽ സംവരണത്തിന് വേണ്ടിയുള്ള ഒരു നീക്കം നടന്നത് എന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. അവിടെ നടന്നത് ഒരു പൈലറ്റ് പ്രോഗ്രാമായിരുന്നു. പിന്നീട് മുസ്ലിം സംവരണം കർണാടകയിൽ കോൺഗ്രസ് നടപ്പിലാക്കി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പ്രധാനമന്ത്രി ഈ പൊതുപരിപാടികളിലാണ് പ്രധാനമായും ഉന്നയിച്ചത്. അതൊക്കെ വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നൊരു ഘട്ടത്തിലാണ് പ്രതിരോധവുമായി മറ്റ് പല കക്ഷികളും എത്തിയത്. ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ ജഗൻമോഹൻ റെഡ്ഡി മുസ്ലിം സംവരണത്തെ അനുകൂലിച്ച് പ്രസ്താവന ഇറക്കിയപ്പോൾ തെലങ്കാനയിൽ പ്രചരണം നടത്തിയിരുന്ന അമിത്ഷാ ശക്തമായ ഭാഷയിലാണ് മുസ്ലിം സംവരണത്തെ എതിർത്തത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിം സംവരണം നടപ്പിലാക്കുമെന്നും തെലങ്കാനയിൽ ഖുറാൻ അനുസരിച്ചുള്ള ഭരണമായിരിക്കുമെന്നും മുത്തലാഖ് പുനഃസ്ഥാപിക്കുമെന്നുമൊക്കെ അമിത്ഷാ ആഞ്ഞടിച്ചു. തെലങ്കാനയിൽ ഇത്തവണ 10 സീറ്റിലധികം ബി.ജെ.പി ജയിക്കും എന്ന അവകാശവാദമാണ് അമിത്ഷാ മുന്നോട്ട് വയ്ക്കുന്നത്. ബി.ജെ.പി തെലങ്കാനയിൽ ജയിച്ചാൽ അവിടെ കാതലായ മാറ്റം കൊണ്ടുവരുമെന്നും അമിത്ഷാ വ്യക്തമാക്കുന്നു. ഏതായാലും പ്രചരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഇപ്പോൾ ഈ മുസ്ലിം സംവരണം ശക്തമായ ഒരു വിഷയമാവുകയാണ്. കഴിഞ്ഞ ദിവസം ലാലു പ്രസാദ് യാദവും ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം നടത്തിയിരുന്നു. മുസ്ലിങ്ങൾക്ക് സംവരണം ലഭിക്കണം എന്ന നിലപാടാണ് ലാലു പ്രസാദ് സ്വീകരിച്ചത്. പക്ഷേ ഭരണഘടന പ്രകാരം മതാടിസ്ഥാനത്തിലുള്ള സംവരണം സാധ്യമാണോ എന്ന കാര്യവും ലാലു ഉന്നയിച്ചു. ഏതായാലും ലാലുവിൻ്റെ പ്രതികരണം പ്രധാനമന്ത്രി വളരെ ശക്തമായ രീതിയിലാണ് അതിനെതിരെ നിലപാട് സ്വീകരിച്ചത്. പ്രചരണവേദിയിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: കാലിത്തീറ്റ കുംഭകോണക്കേസിൽ അകത്തായ ഒരാൾ ഇപ്പോൾ ബെയിലിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അയാൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. അങ്ങനെ പുറത്തിറങ്ങിയ ആൾ ഇപ്പോൾ മുസ്ലിം സംവരണത്തിനായുള്ള ആവശ്യം ഉന്നയിച്ച് നടക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. അങ്ങനെ പ്രധാനമന്ത്രി ലാലുവിന് ഒരു എതിർപ്പുമായി രംഗത്ത് വന്നു. പക്ഷേ വിഷയം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. മറ്റു പല ഇടങ്ങളിലേക്കും ചർച്ച വ്യാപിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങുമ്പോൾ മുസ്ലിം സംവരണം ഒരു പ്രധാന വിഷയമായി ഉയരും എന്ന് ഉറപ്പാണ്. ഭരണഘടന പിന്നോക്ക സാഹചര്യങ്ങളുള്ളവർക്ക് നൽകുന്ന പരിരക്ഷ മുസ്ലിം വിഭാഗത്തിന് വേണമോ വേണ്ടയോ എന്ന ചർച്ച സമൂഹ മാധ്യമങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം മുസ്ലിം സമുദായത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളിലുള്ള ആളുകൾക്കാണ് സംവരണം നൽകുന്നത് എന്നതാണ് അതിനെ അനുകൂലിക്കുന്നവരുടെ നിലപാടും. എന്നാൽ മുസ്ലിം മതം എന്ന നിലയിൽ അതിൽ
ഈ ജാതി സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അത് അംഗീകരിക്കേണ്ട എന്ന് മറുഭാഗവും വാദിക്കുന്നു. ഏതായാലും ഹിന്ദു വിഭാഗത്തിലും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റുകൾക്കും സിഖുകാർക്കുമൊക്കെ ഈ സംവരണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. അത് ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾ കൂടി ലഭ്യമാക്കണം എന്ന ചർച്ചകൾ ഒരു ഇടത്ത് സജീവമാകുമ്പോൾ ഇന്ത്യൻ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ആ പ്രചരണ പരിപാടികളുടെ പ്രസക്തി എന്തെന്ന് വരും നാളുകൾ തെളിയിക്കും.